ഇന്ത്യയിലെ മദ്യവ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മളേറെ കേട്ടുപരിചയിച്ച ചില പ്രമുഖ ബ്രാൻഡുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ സ്പേസിലുമെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിലെ വിപണികളിൽ എത്തുന്ന ചില ബ്രാൻഡുകളിൽ അനുവദനീയമല്ലാത്ത കളറുകളും എൻസൈമുകളും ചേർക്കുന്നുണ്ട് എന്നും ഇതിനെതിരെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടപടിയെടുത്തു എന്നുമുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നുണ്ട്. ഓൾഡ് മങ്ക്, റോയൽ ചാലഞ്ച്, ആന്റിക്വിറ്റി ബ്ലൂ പോലുള്ള ജനപ്രിയ ബ്രാൻഡുകൾ ഒറിജിനൽ ഡിസ്റ്റിലേഷൻ പ്രക്രിയയിലൂടെയല്ല നിർമ്മിക്കുന്നത്, മറിച്ച് ഫ്ലേവറുകൾ ചേർത്തുണ്ടാക്കിയവയാണ് എന്ന ആക്ഷേപങ്ങളും ഇതിനോടൊപ്പം ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യവസായ മേഖലയിലെ അധികായന്മാർ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമായി വാർത്തകൾ നിർമ്മിക്കുന്നതാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മകന്റെ പേരും ഈ വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള കാരണം. ഈ പ്രചാരണങ്ങളിൽ എത്രമാത്രം സത്യമുണ്ട്, എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്ന് നമുക്കൊന്ന് കൃത്യമായി പരിശോധിച്ചാലോ. ഇന്ത്യയിലെ ആൽക്കഹോൾ വിപണി കോടിക്കണക്കിന് രൂപയുടെ വിറ്റഴിവ് നടക്കുന്ന ഒന്നാണ്. പുതിയ ബ്രാൻഡുകൾ വിപണിയിലേക്ക് വരുമ്പോൾ പഴയതും പ്രശസ്തവുമായ ബ്രാൻഡുകളുടെ വിപണി വിഹിതം പിടിച്ചെടുക്കാൻ കടുത്ത മത്സരം നടക്കാറുണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ മേഖലകളിൽ പ്രാദേശികമായും അല്ലാതെയും പ്രവർത്തിക്കുന്ന നിരവധി ഡിസ്റ്റിലറികളുണ്ട്. ഇതിൽ പുതിയതായി വരുന്ന പല ബ്രാൻഡുകളും വിപണി പിടിക്കാൻ വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ ഒരു ബ്രാൻഡിനെതിരെ വാർത്തകൾ വരുമ്പോൾ അത് പൂർണ്ണമായും ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തിയുള്ളതാണോ അതോ ഏതെങ്കിലും കമ്പനികൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണോ എന്നത് പലപ്പോഴും തിരിച്ചറിയാൻ പ്രയാസമാണ്. ഒരു ബ്രാൻഡിന്റെ ഇമേജ് തകർക്കപ്പെട്ടാൽ അത് മറ്റൊരു ബ്രാൻഡിനെ വിപണിയിൽ പെട്ടെന്ന് വളരാൻ ഒരു അവസരമൊരുക്കുന്നു. ഇതിനെയാണ് വിപണിയിൽ PR വാർ എന്ന് പറയുന്നത്, അതായത് PR യുദ്ധം. എന്താണ് ഇതിനു പിന്നിലെ യഥാർത്ഥ സത്യം? ഇന്ത്യയിലെ ആൽക്കഹോൾ നിർമ്മാണ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം പ്രചാരണങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ ചേരുവ വിവാദം എന്ന് കൃത്യമായി മനസ്സിലാക്കാം. മദ്യനിർമ്മാണത്തിൽ പ്രധാനമായും 2 രീതികളാണുള്ളത്. ആദ്യത്തേത് തടിയുടെ ബാരലുകളിൽ വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ച് പ്രകൃതിദത്തമായ നിറവും രുചിയും വീര്യവും നൽകുന്ന പരമ്പരാഗത ഏജിംഗ് രീതിയാണ് ഇത്. രണ്ടാമത്തേത് ആൽക്കഹോളിലേക്ക് സുരക്ഷിതമായ അളവിലുള്ള ഫ്ലേവറുകളും കളറുകളും ചേർത്ത് തയ്യാറാക്കുന്ന ബ്ലെൻഡിംഗ് രീതിയാണ്. ഇന്ത്യൻ വിപണിയിലെ വലിയൊരു വിഭാഗം ബ്രാൻഡുകളും ഇന്ത്യൻ മെയ്ഡ് ഫോർ ലിക്വർ വിഭാഗത്തിൽ പെടുന്നവയായതിനാൽ ഇത്തരം മദ്യങ്ങളിൽ അനുവദനീയമായ അളവിൽ കാരമൽ കളറോ എസൻസുകളോ ചേർക്കാൻ നിയമപരമായ അനുമതിയുണ്ട്. എന്നാൽ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും വിൽക്കുന്ന ചില ബാച്ചുകളിൽ FSSAI നിശ്ചയിച്ച സുരക്ഷാ പരിധി ലംഘിച്ച് കൃത്രിമ ചേരുവകൾ അല്ലെങ്കിൽ നേച്ചർ ഐഡന്റിക്കൽ ഫ്ലേവേഴ്സ് ഉപയോഗിച്ചു എന്നതാണ് നിലവിലെ ആരോപണം. പ്രകൃതിദത്ത പദാർത്ഥങ്ങളിൽ കാണപ്പെടുന്ന അതേ രാസഘടന ലാബുകളിൽ കൃത്യമായി നിർമ്മിച്ചു ചേർക്കുന്ന പ്രക്രിയയാണ് നേച്ചർ ഐഡന്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. റം, വിസ്കി തുടങ്ങിയ പരമ്പരാഗത മദ്യങ്ങൾക്ക് സ്വാഭാവിക പ്രക്രിയയിലൂടെയോ അല്ലെങ്കിൽ നിയമപരമായ പരിധിക്കുള്ളിലോ മാത്രമേ നിറവും സുഗന്ധവും ലഭിക്കാൻ പാടുള്ളൂ. എന്നാൽ കൃത്രിമ എസൻസുകൾ ചേർത്ത ശേഷം അത് പ്രകൃതിദത്തമായി ഏജിംഗ് ചെയ്തതാണ് എന്ന് അവകാശപ്പെടുന്നത് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് FSSAI വിലയിരുത്തുന്നു. ഇത്തരം അഡിറ്റീവുകൾ ചേർക്കുന്നുണ്ട് എങ്കിൽ അത് ബോട്ടിലിന്റെ ലേബലിൽ ഫ്ലേവേർഡ് റം അല്ലെങ്കിൽ ബ്ലെൻഡഡ് സ്പിരിറ്റ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണമെന്നാണ് ചട്ടം. അങ്ങനെയല്ലാതെ ട്രഡീഷണൽ സ്പിരിറ്റ് എന്ന് അവകാശപ്പെടുന്നത് ലേബലിംഗ് നിയമങ്ങളുടെ ലംഘനമാണ്. എന്നാൽ ഇവിടെ രാജ്യം മുഴുവൻ ഒരു ബ്രാൻഡുകൾ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല എന്ന കാര്യമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിലുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ ഡിസ്റ്റിലറികളും ബോട്ട്ലിംഗ് പ്ലാന്റുകളുമുള്ള വലിയ കമ്പനികളുടെ മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും നിർദ്ദിഷ്ട പ്ലാന്റുകളിൽ നിർമ്മിച്ച ചില പ്രത്യേക ബാച്ചുകളിൽ മാത്രമാണ് FSSAI പരിശോധന നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ നിയമലംഘനം കണ്ടെത്തിയ ആ പ്ലാന്റുകളിൽ നിന്നുള്ള വകഭേദങ്ങളുടെ വിപണനം മാത്രമാണ് നിലവിൽ തടഞ്ഞിട്ടുള്ളത്. ഈ ഉത്തരവ് വന്നതോടെ നിർദ്ദിഷ്ട പ്ലാന്റുകളിൽ ഉൽപ്പാദിപ്പിച്ച ബാച്ചുകൾ വിപണിയിലെ ഷെൽഫുകളിൽ നിന്നും പൂർണ്ണമായും തിരിച്ചു വിളിക്കേണ്ട സാഹചര്യം നിർമ്മാതാക്കൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ മറുവശമായ വ്യാപാര മത്സരത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വിറ്റഴിവ് നടക്കുന്ന ഇന്ത്യയിലെ ആൽക്കഹോൾ വിപണിയിൽ പുതിയ ബ്രാൻഡുകൾ വരുമ്പോൾ പഴയതും പ്രശസ്തവുമായ ബ്രാൻഡുകളുടെ വിപണി വിഹിതം പിടിച്ചെടുക്കാൻ കടുത്ത മത്സരം നടക്കാറുണ്ട് എന്ന് നമ്മൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുതിയതായി വരുന്ന ചില ബ്രാൻഡുകളും വിപണി പിടിച്ചെടുക്കാൻ വലിയ രീതിയിൽ PR തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. വിപണിയിലെ വൻകിട കോർപ്പറേറ്റ് മത്സരങ്ങളുടെയും PR യുദ്ധങ്ങളുടെയും ഭാഗമായി നിർമ്മിക്കപ്പെട്ട വാർത്തയാണ് ഇത് എന്ന ശക്തമായ പ്രചാരണവും ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ സജീവമാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള ഡിസ്റ്റിലറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന കപ്താൻ എന്ന പുതിയ റം ബ്രാൻഡിന് വിപണി പിടിച്ചെടുക്കാനും
ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള ഓൾഡ് മങ്കിന്റെ വിപണി വിഹിതം കുറയ്ക്കാനും വേണ്ടി മെനഞ്ഞെടുത്ത വ്യാജ വാർത്തയാണ് ഇത് എന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു പ്രധാന വാദം. ഈ വാദത്തിൽ എത്രമാത്രം കഴമ്പുണ്ട് എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്നാലും പറയട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയിലെ മുതിർന്ന നേതാവും നിലവിലെ കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത വകുപ്പ് മന്ത്രിയുമായ നിതിൻ ഗഡ്കരിയുടെ മകനും ഈ വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. നിതിൻ ഗഡ്കരി മുൻപ് തുടക്കം കുറിച്ച പൂർത്തി ഗ്രൂപ്പ് പിന്നീട് പുനഃസംഘടിപ്പിച്ചാണ് മാനസ് അഗ്രോ ഇൻഡസ്ട്രീസ്, സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികൾ രൂപീകരിച്ചത്. ഈ കമ്പനികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിതിൻ ഗഡ്കരിയുടെ മക്കളായ സാരംഗ് ഗഡ്കരി, നിഖിൽ ഗഡ്കരി എന്നിവരാണ്. നാഗ്പൂരിലെ ഉമ്രേഡിലുള്ള ബേല എന്ന സ്ഥലത്തുള്ള പഞ്ചസാര ഫാക്ടറിയിലെ കരിമ്പ് അവശിഷ്ടങ്ങളിൽ നിന്നാണ് പ്രധാനമായും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഡിസ്ലറിയാണ് ഇത്. എഥനോൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ലഭിക്കുന്ന ആൽക്കഹോൾ, സ്പിരിറ്റ് ഉപയോഗിച്ച മാനസ് അഗ്രോ മദ്യ വിപണിയിലേക്കും പ്രവേശിക്കുകയുണ്ടായി. കപ്താൻ എന്ന പേരിൽ റമ്മും ഹോൾസ്റ്റോൺ എന്ന പേരിൽ വിസ്കിയും ഇവർ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ രാഷ്ട്രീയ ജീവിതത്തിനൊപ്പം തന്നെ വളർന്ന ഒന്നാണ് മഹാരാഷ്ട്രയിലെ അദ്ദേഹം തുടക്കം കുറിച്ച പൂർത്തി ഗ്രൂപ്പ്. കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, കരിമ്പ് കർഷകർക്ക് മികച്ച വില നൽകുക, ഒപ്പം പ്രകൃതിദത്ത ഇന്ധനങ്ങളിലേക്ക് മാറുക എന്ന ആശയത്തോടെയാണ് അദ്ദേഹം നാഗ്പൂരിൽ ഈ പഞ്ചസാര മില്ലുകളും അഗ്രോ അധിഷ്ഠിത പ്ലാന്റുകളും ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലും കേന്ദ്രമന്ത്രി പദവിയിലും എത്തിയതോടെ ഈ കമ്പനികളുടെ ദൈനംദിന ചുമതലകളിൽ നിന്നും ഭരണപരമായ സ്ഥാനങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു. തുടർന്നാണ് പൂർത്തി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെടുകയും മാനസ് അഗ്രോ ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന രണ്ട് പുതിയ കോർപ്പറേറ്റ് ഘടനയിലേക്ക് അത് മാറുകയും ചെയ്തത്. ഇന്ന് ഈ കമ്പനിയുടെ പൂർണ്ണമായ നിയന്ത്രണം, നടത്തിപ്പും കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മക്കൾ, നേരത്തെ പറഞ്ഞതുപോലെ സാരംഗ് ഗഡ്കരിയും നിതിൻ ഗഡ്കരിയുമാണ്. ഇതിൽ മാനസ് അഗ്രോ ഇൻഡസ്ട്രീസ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പഞ്ചസാര ഉൽപാദനം, പവർ ജനറേഷൻ, ഡിസ്ലറി, ഇഥനോൾ നിർമ്മാണം എന്നിവയിലാണ്. മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിലെ കർഷകരിൽ നിന്ന് കരിമ്പ് ശേഖരിച്ച പഞ്ചസാരയുണ്ടാക്കുകയും അതിന്റെ അവശിഷ്ടമായ മൊളാസിസിൽ നിന്ന് വൻതോതിൽ എഥനോളും ആൽക്കഹോളും വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്ന അത്യാധുനിക പ്ലാന്റുകൾ ഇവർക്കുണ്ട്. രാജ്യത്തെ പെട്രോളിൽ ഇഥനോൾ മിശ്രിതം ചെയ്യുന്ന നയം ശക്തമായതോടെ ഇത്തരം ഡിസ്ലറികളുടെ വളർച്ച വേഗത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് അഗ്രോ പ്രോസസ്സിംഗ്, ഭക്ഷ്യ എണ്ണ ഉൽപാദനം, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പൂർത്തി ഗ്രൂപ്പിന്റെ പഴയ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ പ്രൊഫഷണലായ ബിസിനസ് ഗ്രൂപ്പായി മാറുക എന്നതായിരുന്നു മക്കളുടെ നേതൃത്വത്തിൽ നടന്ന ഈ പുനഃസംഘടനയുടെ പ്രധാന ലക്ഷ്യം. എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ എഥനോൾ നയങ്ങളും പ്രോത്സാഹനങ്ങളും ഗഡ്കരി കുടുംബത്തിന്റെ ബിസിനസിന് സഹായകരമാകുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ പ്രതിപക്ഷം പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. എന്നാൽ തന്റെ മക്കളുടെ കമ്പനിക്ക് മാത്രമായി പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല എന്നും രാജ്യത്തെ എഥനോൾ ഉൽപാദനത്തിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അവരുടെ വിഹിതമെന്നും നിയമപരമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് എന്നുമാണ് നിതിൻ ഗഡ്കരി ഇതിനോട് പ്രതികരിക്കാറുള്ളത്. എന്നാൽ ഈ കമ്പനിയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ കമ്പനികളുടെ മുൻ രൂപമായ പൂർത്തി പവർ ആൻഡ് ഷുഗർ ലിമിറ്റഡ് സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ വലിയൊരു വിവാദത്തിൽപ്പെട്ടിരുന്നു എന്നതാണ്. സമാന്തര കമ്പനികൾ വഴി പൂർത്തി ഗ്രൂപ്പിലേക്ക് നിക്ഷേപങ്ങൾ എത്തി എന്ന ആരോപണത്തെ തുടർന്ന് ഇൻകം ടാക്സ് വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മുൻപ് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് കമ്പനി പുനഃസംഘടിപ്പിച്ച പുതിയ പേരുകളിലേക്ക് മാറ്റിയത് എന്നും ചില വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിൽ കരിമ്പ് കർഷകരിൽ നിന്നുള്ള ശേഖരണത്തിലും പഞ്ചസാര മദ്യവിപണിയിലേക്കുമുള്ള കമ്പനിയുടെ ആധിപത്യത്തിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന ആരോപണം വളരെ ശക്തമാണ്. പ്രാദേശികമായ മറ്റ് ചെറിയ ഡിസ്ലറികൾക്കും ബ്രാൻഡുകൾക്കും നൽകാതെ മറ്റ് വൻകിട രാഷ്ട്രീയ ബന്ധമുള്ള കമ്പനികൾക്ക് മുൻതൂക്കം നൽകുന്നുവെന്ന വിമർശനവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ മദ്യവിപണിയിലെ വികാരമായ ഓൾഡ് മങ്ക് പോലൊരു ബ്രാൻഡിന് വലിയൊരു ഫാൻ ബേസ് തന്നെയാണുള്ളത്. കരിമ്പ് അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാക്കുന്ന റം എന്ന നിലയിൽ ഇതിന്റെ പ്രത്യേകതരം രുചിയും ഗന്ധവുമാണ് ഇതിനെ പ്രിയങ്കരമാക്കി മാറ്റുന്നത്. ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഭൂരിപക്ഷം IMFL റമ്മുകളിലും വിസ്കികളിലും അനുയോജ്യമായ രീതിയിൽ കളറിങ്ങും ഫ്ലേവറിങ്ങും ചേർത്താണ്. രഹസ്യമോ നിയമവിരുദ്ധമോ അല്ലെങ്കിലും ലേബലിൽ വിവരങ്ങൾ സുതാര്യമായി നൽകുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് ഈ നിയമങ്ങളൊക്കെ പ്രശ്നമായി മാറുന്നത്. സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുമ്പോൾ അത് പൂർണ്ണമായും ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തിയുള്ളതാണോ അതോ കമ്പനികൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി വാർത്തകൾ പർവ്വതീകരിച്ച് കാണിക്കുന്നതാണ് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. ഇന്ത്യയിലെ മദ്യനിർമ്മാണ മേഖലയിൽ FSSAI മുൻപത്തേക്കാൾ കർശനമായ ഗുണനിലവാര നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സുപ്രധാന തെളിവ് കൂടിയാണ് ഈ നടപടി എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇത് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളുടെ ചേരുവകളെക്കുറിച്ച് കൂടുതൽ സുതാര്യത ലഭിക്കാൻ വഴിയൊരുക്കും. അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റുകളോ മീമുകളോ മാത്രം കണ്ട തീരുമാനങ്ങളിൽ എത്തുന്നതിന് പകരം ഔദ്യോഗിക പത്രക്കുറിപ്പുകളും വെബ്സൈറ്റുകളും ശ്രദ്ധിച്ച് യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്.